കോൺഗ്രസും ബി.ജെ.പിയും തന്നെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചുവെന്ന് CPI നേതാവും നാട്ടിക MLA-യുമായ CC മുകുന്ദൻ റിപ്പോർട്ടറിനോട്. പാർട്ടി സമ്മേളനത്തിൽ ഇറങ്ങിപ്പോന്നതിന് പിന്നാലെയാണ് പ്രതികരണം. പാർട്ടി പൂർണ്ണമായി അവഗണിച്ചാൽ മാത്രം മറ്റ് ചിന്തകളിലേക്ക് പോകുമെന്നും പാർട്ടി ഇടപെടലിൽ പ്രതീക്ഷയുണ്ടെന്നും CC മുകുന്ദൻ പ്രതികരിച്ചു. കേൾക്കാം. പലരും ക്ഷണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ക്ഷണിക്കേണ്ടതില്ല. എത്ര കാലമായി 19 വർഷമായി ഈ പാർട്ടിയിൽ നിൽക്കുന്നത്. വളരെ ത്യാഗോജ്വലമായ പങ്ക് വഹിച്ചിട്ടാണ് ഈ പാർട്ടിയിൽ നിന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ വിളിക്കുമ്പോൾ വരാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ. അതൊക്കെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴല്ല, അതൊക്കെ നമുക്ക് അപ്പാലോക്കി ഇപ്പോൾ അത് പറ്റുന്ന കാര്യമൊന്നുമില്ല. ഇവിടുത്തെ ഈ മണ്ഡലത്തിലുള്ള എല്ലാ പാർട്ടിയും അത്തരമൊരു സാഹചര്യം വന്നാൽ ആലോചിക്കുമോ? അല്ല, അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ വരാനുണ്ടാവില്ല. എൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ല വിശ്വാസമാണ്. പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നമ്മുടെ പാർട്ടി എന്ന പരിഹരിച്ച് മുന്നോട്ട് പോകാം. സഖാവേ എന്നാണ് നമ്മുടെ ശേഷം വിളിച്ചത്. ഏതൊക്കെ പാർട്ടിക്കാരെ ബന്ധപ്പെട്ടത്? ഇവിടെയുള്ള പാർട്ടികൾ വെച്ചാൽ നമ്മുടെ കോൺഗ്രസ് ബന്ധപ്പെട്ടിട്ടുണ്ട്, BJP ബന്ധപ്പെട്ടിട്ടുണ്ട്, അതുപോലെ CITU ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാ പാർട്ടികളും ബന്ധപ്പെടേണ്ടായി. ജെയ്സൺ ചാമ്പോളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, ഗുഡ് മോർണിംഗ്. ജെയ്സൺ, എന്താണ് മുകുന്ദേട്ടന്റെ മനസ്സിലിരിപ്പ്? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. കഴിഞ്ഞ കാലങ്ങളിൽ അതായത് CPI സമ്മേളനങ്ങളൊന്നും കണ്ടു ശീലിച്ചില്ലാത്ത രീതിയിലുള്ള ചില സംഭവങ്ങൾക്കാണ് ഇന്നലെ സമാപിച്ച CPI സമ്മേളനം സാക്ഷ്യം വഹിച്ചത്. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു നാട്ടിക MLA-യും CPIയുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവുമായ CC മുകുന്ദൻ്റെ ഇറങ്ങിപ്പോക്ക്. അതിനുശേഷമുള്ള പ്രതികരണം. അദ്ദേഹത്തെ അതിനുശേഷം ജില്ലാ കൗൺസിലിൽ നിന്ന് പുറത്താക്കി, മാറ്റി ഒഴിവാക്കി. അദ്ദേഹം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായി പാർട്ടിയുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ ഓഫറുകൾ വന്നിരിക്കുന്നതെന്നാണ് അദ്ദേഹം ഏറ്റവും അവസാനമായി വെളിപ്പെടുത്തുന്നത്. ഇന്നലെ ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച തീരുമാനമൊന്നും എടുത്തിട്ടില്ല. CPI-യിൽ വലിയ വിശ്വാസമുണ്ടെന്നാണ് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. പക്ഷേ അതിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ എന്ത് എന്ന ചോദ്യത്തിന് അതപ്പോൾ വരട്ടെ എന്നതാണ് പ്രധാനമായും അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഏതായാലും CPI-യെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ സമ്മേളനം വലിയ പ്രതിസന്ധികളും ചെറിയ ചെറിയ അഭിപ്രായ ഭിന്നതകളൊക്കെ പുറത്തു വന്ന സമ്മേളനമായിരുന്നു. അത് എത്രമാത്രം മൂർച്ഛിക്കുമെന്ന കാര്യം വരും നാളിൽ കണ്ടറിയാം. VS സുനിൽകുമാറും TR രമേഷ് കുമാറും ഒക്കെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ജില്ലാ കൗൺസിൽ അംഗങ്ങൾ പേര് നിർദ്ദേശിക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ സംസ്ഥാന നേതൃത്വം അതിശക്തമായി ഇടപെട്ടതിനെ തുടർന്നാണ് KG ശിവാനന്ദനെ ജില്ലാ സെക്രട്ടറിയായി നിശ്ചയിച്ചത്. പക്ഷേ അത് ഉള്ളപ്പോൾ തന്നെ അഭിപ്രായ ഭിന്നതകൾ കൂടി മറനീക്കി പുറത്തു വന്നു എന്നതാണ് ഏറ്റവും CPI സംബന്ധിച്ച് വരും നാളുകളിൽ വലിയ പ്രതിസന്ധിയിൽ ഉണ്ടാകാൻ സാധ്യത എന്നതാണ് നമുക്ക് വിലയിരുത്താനാവുക. അരുൺകുമാർ, താങ്ക് യു. ജെയ്സൺ ചാമ്പോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. CC മുകുന്ദൻ ഇന്നലെ CPI യോഗത്തിൽ ഇറങ്ങിപ്പോകുന്നതിന് ശേഷമാണ് CC മുകുന്ദൻ ഈ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ജെയ്സണോട് കൊടുത്തത്. കോൺഗ്രസും BJPയും ഒക്കെ തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മറ്റു പാർട്ടിയിലേക്ക് പോകുന്ന കാര്യം ആലോചിച്ചിട്ടില്ല. പാർട്ടിയെ തീരെ അവഗണിക്കുകയാണെങ്കിൽ മാത്രം മറ്റ് ചിന്തകളിലേക്ക് കടക്കും എന്നാണ് CC മുകുന്ദൻ MLA ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.